കേരളത്തിൽ ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. അതിശക്തമായ മഴയിൽ കേരളം മുങ്ങിയിരിക്കുന്നു. ഓരോ ദിവസവും ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് അലർട്ടുകൾ ഉൾപ്പെടുന്ന ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോഴും ഒരു ചോദ്യം ബാക്കി: എവിടെ നമ്മുടെ പ്രളയ മുന്നൊരുക്കങ്ങൾ? കേരളത്തെ അപ്പാടെ വിഴുങ്ങിയ നൂറ്റാണ്ടിൻ്റെ പ്രളയമുണ്ടായത് 2018-ലായിരുന്നു. ആ വൻ പ്രളയത്തിൻ്റെ കാരണങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും നാം ഒരു പാഠവും പഠിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളപ്പൊക്കവും ദുരിതവും. അന്നത്തെ അനുഭവം പാഠമാക്കി ഒരു മുന്നൊരുക്കവും ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നടത്തിയിട്ടുമില്ല. 6 വർഷത്തിനിപ്പുറവും ഇതാണ് അവസ്ഥ. 2018-ലും 2019-ലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രളയത്തിൻ്റെയും തിക്താനുഭവങ്ങൾ സംസ്ഥാനത്തെ ഇപ്പോഴും മുറിപ്പെടുത്തുന്നു. അപ്പോഴും ഇനിയൊരു സമാന സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. മുൻ സർക്കാർ കൊട്ടിഘോഷിച്ച റൂം ഫോർ റിവറിനും ഡച്ച് മാതൃകയ്ക്കും എല്ലാം എന്തുപറ്റി? നിശ്ചിത ദിവസങ്ങൾ കൊണ്ട് പെയ്തൊഴിയേണ്ട മഴയാണ് 24 മണിക്കൂർ കൊണ്ടും പെയ്തു തീരാത്തത്. ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. അത് നേരിടാൻ നമ്മൾ തയ്യാറാകേണ്ടതുമുണ്ട്. പുതിയ മുന്നറിയിപ്പ് സംവിധാനം അതിന് വലിയ സഹായകരമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുടനീളം പെരുമഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുന്നുണ്ടായിരുന്നു. എവിടെയെല്ലാം റെഡ് അലേർട്ടുണ്ട്, എപ്പോൾ ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴ പെയ്യും തുടങ്ങി ബാധിക്കപ്പെട്ട ജില്ലകളിലെ മുഴുവൻ നിവാസികളിലേക്കും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തി. SMS ആയും വലിയ ശബ്ദത്തോടുകൂടിയുമുള്ള അറിയിപ്പായുമെല്ലാം ഈ ദുരന്ത മുന്നറിയിപ്പ് സന്ദേശമെത്തി. ഇന്ത്യയിൽ അടിയന്തര സാഹചര്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ജനങ്ങൾക്ക് തത്സമയം മുന്നറിയിപ്പ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്ത ഒരു സംയോജിത സുരക്ഷാ അലേർട്ട് സംവിധാനമാണ് സാചേത്. ഹിന്ദിയിൽ ജാഗ്രത എന്നാണ് ഈ പേരിന് അർത്ഥം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ തത്സമയം എത്തിച്ച് ആളുകളെ മുൻകൂട്ടി തയ്യാറാകാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഈ അലേർട്ടുകൾ സഹായിക്കുന്നുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ സാചേത് മൊബൈൽ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ആപ്പിലൂടെ നമ്മുടെ പ്രദേശത്തെ കൃത്യമായ ദുരന്ത മുന്നറിയിപ്പുകളും ദൈനംദിന കാലാവസ്ഥാ വിവരങ്ങളും പ്രവചനങ്ങളും തത്സമയം അറിയാൻ സാധിക്കും. മലയാളത്തിലും ഈ ആപ്പ് ലഭ്യമാണ്. മഴ ദുരിതത്തിലേക്ക് തിരികെ വന്നാൽ 2018-ലെയും 2019-ലെയും മഹാപ്രളയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സംസ്ഥാന ഭരണകൂടങ്ങൾ എന്തെങ്കിലും പഠനം നടത്തിയോ? അറിവില്ല. അന്ന് ക്രമാതീതമായി വെള്ളം കയറിയ സ്ഥലങ്ങളെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയതായും അറിവില്ല. 2 മഹാപ്രളയങ്ങളിൽ പെയ്ത മഴയുടെ തോത്, വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം എന്തെങ്കിലും കണക്കോ വിവരങ്ങളോ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ പക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ കൈമലർത്തും. അന്ന് നദികളിൽ അടിഞ്ഞ മണ്ണിൻ്റെയും മണലിൻ്റെയും അളവിനും കണക്കില്ല. ഇവയുടെയൊന്നും അടിസ്ഥാനത്തിൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് വർഷാവർഷങ്ങളിൽ ഇതൊരു ആചാരം പോലെ വീണ്ടും കടന്നു വരുന്നത്. ഒരേ പല്ലവി തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്. മുൻകാല പ്രളയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ ഒരു മുന്നൊരുക്കവും നടത്താതെ വരുത്തിയ ഗുരുതര വീഴ്ചയുടെ വലിയ വിലയാണ് ഇന്നും കേരളം നൽകുന്നത്. ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കാതെ, പഠിക്കാൻ ശ്രമിക്കാതെ, പരിഹാരമാർഗങ്ങൾ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ഒരു ആചാരമെന്ന പോലെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ അടുത്ത വർഷവും കാണാം. അന്നും കുറേ ജീവനുകളും കുറേ ജീവിതങ്ങളും ബലി നൽകേണ്ടി വരും. അതൊഴിവാക്കണമെങ്കിൽ 1 മുതൽ തുടങ്ങണം, ഇവിടെ നിന്ന് തന്നെ. 2018-ലെ മഹാപ്രളയത്തിന് ശേഷം മേൽപ്പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ കണക്കുകൾ കൈവശമില്ലാത്തത് ഇക്കുറിയും രക്ഷാദൗത്യത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. ദുരന്ത നിവാരണത്തിന് മുൻ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രീയ പഠനങ്ങളും കണക്കുകളും അനിവാര്യമാണ് എന്നിരിക്കെ അതിനായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി അറിവില്ല. മുൻപ് പ്രളയമുണ്ടായ അതേ സ്ഥലങ്ങൾ തന്നെ വീണ്ടും ഇക്കുറി വെള്ളത്തിനടിയിലായി. അതിൻ്റെ കാരണക്കാർ ആരാണ്? മറ്റാരുമല്ല, പഴയ ദുരന്തങ്ങളുടെ കണക്കുകളും പഠന റിപ്പോർട്ടുകളും പ്രാദേശിക തലത്തിലേക്ക് കൈമാറി പ്രാദേശിക തലത്തിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തേണ്ടവർ വരുത്തിവെച്ച വീഴ്ചയാണ് പഴയ സ്ഥലങ്ങൾ തന്നെ വീണ്ടും മുങ്ങിപ്പോകാൻ ഇടയാക്കിയത്. കലിതുള്ളി പെയ്ത കാലവർഷത്തിന് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. അതികഠിനമായ നാശം വിതച്ച കാലവർഷപ്പെയ്ത്ത് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് ആറന്മുള റാന്നി മേഖലകളെയാണ്. ആറന്മുളയിൽ അല്പം ആശ്വാസമേകി വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. മൂഴിയാർ ഡാം തുറന്നതിനാൽ വെള്ളം താഴുന്നതിൻ്റെ തോത് വളരെ കുറവാണ്. മാത്രമല്ല, വീണ്ടും മഴ പെയ്തേക്കുമോ എന്ന ആശങ്കയുമുണ്ട്. കണ്ണൂരിലും തിരുവനന്തപുരത്തുമായി കാണാതായ 4 പേരെ കണ്ടെത്താൻ ശ്രമങ്ങൾ തുടരുകയാണ്.
വെള്ളം കയറിയ പല മേഖലകളിലും ആളുകൾ വീടിന്റെ 2ാം നിലയിൽ തുടരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ കൂട്ടാക്കാത്തവർ. കേരളത്തിലാകെ തന്നെ അതിശക്തമായ മഴ തുടരുമെന്നും കാറ്റ് വീശുമെന്നുമാണ് ഇപ്പോഴുള്ള പ്രവചനം. അതേസമയം മഴ കനത്തതോടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയത് KSEBയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ കണക്കാണ്. ഇടുക്കി അണക്കെട്ടിൽ ഒരാഴ്ച കൊണ്ട് ഉയർന്നത് 16 അടിയോളം ജലമാണ്. ജൂലൈ 20-ന് 2327.71 അടിയായിരുന്നു ജലനിരപ്പെങ്കിൽ തിങ്കളാഴ്ച രാവിലെ അത് 2343.56 ആകെ സംഭരണശേഷിയുടെ 40.93% ജലമാണ് ഇപ്പോൾ അണക്കെട്ടിലുള്ളത്. ജൂലൈ 31-ന് 112.45 അടിയായിരുന്ന മുല്ലപ്പെരിയാർ ജലനിരപ്പ് തിങ്കളാഴ്ച രാവിലെ 118.35 ഉയർന്നിട്ടുണ്ട്. മഴ കനത്തത് മുതൽ തിങ്കളാഴ്ച രാവിലെ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ KSEBയുടെ അണക്കെട്ടുകളിൽ 21% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വൈദ്യുതി പ്രതിസന്ധി അകറ്റാൻ തക്ക വെള്ളം ആയിട്ടുമില്ല. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉപഭോഗത്തിന് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളത്തിന്റെ 50% താഴെ മാത്രമേ KSEB ഡാമുകൾ നിറഞ്ഞിട്ടുള്ളൂവെന്നാണ് അധികൃതർ പറയുന്നത്. KSEBയുടെയും ജലസേചന വകുപ്പിന്റെയും കീഴിലുള്ള 6 അണക്കെട്ടുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. മൂഴിയാറും കല്ലാർകുട്ടിയും പെരിങ്ങൽകുത്തും കുറ്റ്യാടി അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ജലസേചന വകുപ്പിന് കീഴിൽ തൊടുപുഴയിലുള്ള മലങ്കര അണക്കെട്ട് മാത്രമാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. ഇവയെല്ലാം സംഭരണശേഷി കുറഞ്ഞ അണക്കെട്ടുകളാണ്. ഒരളവ് വരെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് എങ്കിലും മഴക്കുറവ് അതേപടി തന്നെ തുടരുന്നത് ഇപ്പോഴും ആശങ്കയാണ്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 2 വരെ 1357.1 മില്ലിമീറ്റർ മഴ വേണ്ടിയിരുന്ന സ്ഥാനത്ത് ലഭിച്ചത് 1038 മില്ലിമീറ്റർ മാത്രമാണ്. മലയോര ജില്ലകളായ ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഏറ്റവും വലിയ മഴക്കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ 46%, വയനാട്ടിൽ 50% മഴയുടെ കുറവുണ്ട്. അപ്പോഴും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ നിലവിലെ മഴയും അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നതും KSEBയ്ക്ക് ആശ്വാസകരമാണ്.